അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നമ്മൾ ചെറിയ ശുദ്ധിയെ ഹനിക്കുന്ന, മുറിക്കുന്ന, അസാധുവാക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ഇതുവരെ സംസാരിച്ചു വച്ചത്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എണ്ണവേ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരം എന്ന വിഷയം 10 വസ്തുതകളെ ഉൾക്കൊള്ളുന്നു. അതിൽ ഒന്നാമത്തേത് ഷർത്താണ്. ഷർത്തുകൾ 6 എണ്ണമാണ്. അതിലൊന്നാമത്തേത് അത്തഹാറത്തു മിനൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലാണ്. ആ വിഷയം 3 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. മുതതഹിറുൻ വ മുതതഹറുൻ ബിഹി വ തഹാറത്തുൻ വ നാഖിദ്. ഇതിൽ മുതതഹിർ ശുദ്ധി വരുത്തുന്നവൻ, മുതതഹറുൻ ബിഹി ശുദ്ധി വരുത്തുന്ന ദ്രവ്യം, വരുത്താനുള്ള ദ്രവ്യം, പിന്നെ തഹാറത്ത് ശുദ്ധീകരണം, പിന്നെ നാഖിദ് ശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങൾ. ഈ നാഖിദ് അസാധുവാക്കുന്ന കാര്യങ്ങൾ പറയവെയാണ് നമ്മൾ ചെറിയ ശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങളെ ഇതുവരെ എണ്ണുകയുണ്ടായത്. അവിടെ നമ്മൾ പറഞ്ഞു വന്നവാഖിദു ഫി ത്വഹാറത്തി സുഗ്റ സമാനിയത്തുൻ. ചെറിയ ശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങൾ 8 എണ്ണമാകുന്നു. അത് നമ്മൾ ഇവിടെ 7 എണ്ണം വിശദീകരിച്ചു. 8ാമത്തേത് എന്തുകൊണ്ട് ഗ്രന്ഥകാരൻ പ്രതിപാദിച്ചില്ല എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു വച്ചു. ഇനി നമുക്ക് തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത്, ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടരുന്നു. വഫി ത്വഹാറത്തിൽ കുബ്ര സിത്തത്തുൻ. വഫി ത്വഹാറത്തിൽ കുബ്ര, വലിയ ശുദ്ധീകരണത്തെ അസാധുവാക്കുന്ന വിഷയത്തിൽ ആ അസാധുവാക്കുന്ന കാര്യങ്ങൾ സിത്തത്തുൻ 6 എണ്ണമാകുന്നു. വഫി തഹാറത്തിൽ കുബ്ര, വലിയ അശുദ്ധിയുടെ വിഷയത്തിൽ അതിനെ അസാധുവാക്കുന്ന കാര്യങ്ങൾ സിത്തത്തുൻ 6 എണ്ണമാകുന്നു. എന്നിട്ട് അദ്ദേഹം 6 എണ്ണം എണ്ണി. അൽ മനിയു ദാഫിഖു ബിലദ്ദത്തിൻ വ ഇൽതിഖാഉൽ ഖിതാനൈനി വ ഇസ്ലാമുൽ കാഫിരി വൽ ഹൈദു വൻ നിഫാസു വൽ മൗതു. ഇവകളാണ് അദ്ദേഹം എണ്ണിയ വലിയ അശുദ്ധിയെ അസാധുവാക്കുന്ന 6 കാര്യങ്ങൾ. നമുക്കത് വിശദമായിട്ട് നോക്കാം, മനസ്സിലാക്കാം. ഒന്നാമത്തേത് അൽ മനിയുദ്ദാഫിഖു ബിലദ്ദത്തിൻ, ലദ്ദത്തോടുകൂടി സ്രവിക്കപ്പെടുന്ന മനിയാകുന്നു. മനിയ് ശുക്ലമാണ്, ബീജമാണ്. എങ്ങനെയുള്ള ബീജം? അൽ മനിയുദ്ദാഫിഖു, തെറിച്ചു വീഴുന്ന, സ്രവിക്കുന്ന മനിയ്. ബിലദ്ദത്തിൻ, ലദ്ദത്തോടുകൂടി. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ സുഖാസ്വാദനം, സുഖദായകമായി സ്രവിക്കുന്ന മനിയ്. ഈ വിഷയത്തിൽ തെളിവുകൾ പലതുണ്ട്. ഒന്ന്, ഉമ്മു സലമ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നിവേദനമാണ്. അവർ പറഞ്ഞു, ജാഅത് ഉമ്മു സുലൈമിൻ ഇംറഅതു അബി തൽഹത ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ തൽഹ അൽ അൻസാരിയുടെ ഭാര്യ ഉമ്മു സുലൈം ബിന്ത് മൽഹാൻ തിരു സവിധത്തിൽ ഹാജരായി, കടന്നു വന്നു. ഫഖാലത്ത്, അവർ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിൻ്റെ വിഷയത്തിൽ ഒരിക്കലും ഇസ്തിഹ്യ പുലർത്താത്തവനാണ്. എന്ന് പറഞ്ഞാൽ ഹക്ക് പറയുന്നതിൽ അള്ളാഹുവിന് യാതൊരു ഇസ്തിഹ്യാവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്നുള്ള അള്ളാഹുവിൻ്റെ സൽഗുണം, അത് ഹക്ക് എന്തായാലും പറയുന്നതിൽ അള്ളാഹുവിന് തടസ്സമല്ല. ഉമ്മു സുലൈം ഇത് പറയുന്നത് അവർ ഇനി ചോദിക്കാൻ പോകുന്ന വിഷയം അല്പം ലജ്ജയുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർ ഒരു ആമുഖമെന്നോണം ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് എന്ന് പറഞ്ഞ്, പിന്നെ ഞാൻ ഒരു ഹക്ക് ചോദിക്കുന്നതിൽ, പഠിക്കുന്നതിൽ, അറിയുന്നതിൽ എന്തിന് ലജ്ജിക്കണം എന്നൊരു ഭാഷ്യമാണ് അവിടെ. തുടർന്ന് അവർ പറഞ്ഞു, ഹൽ ആലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഹിയ ഇഹ്തമലത്. ഒരു സ്ത്രീ, അവർക്ക് സ്ഖലനമുണ്ടായാൽ കുളിക്കേണ്ടതുണ്ടോ?
അപ്പോൾ അവരോട് പ്രതികരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം ഇദാ റഅത്തിൽ മാ, സ്ത്രീ കുളിക്കണം അവർ സ്ഖലനജലം ബീജം കാണുകയായാൽ. അപ്പോൾ ഈ സ്ഖലനമുണ്ടായാൽ കുളി നിർബന്ധമാണ്. സ്ഖലനം അത് ഉറക്കിലാവട്ടെ ഉണർച്ചയിലാകട്ടെ, ആണിൽ നിന്നാകട്ടെ പെണ്ണിൽ നിന്നാകട്ടെ. അതാണ് ഇവിടെ അൽമനിയുദ്ദാഫിഖ് ബിലദ്ദത്തിൻ. അൽമനിയുദ്ദാഫിഖ് എന്ന് പറഞ്ഞാൽ തെറിച്ച് വീഴുന്ന ബീജമാണ് അവിടെ പരാമൃഷ്ടം. അപ്പോൾ അത് കുളിയെ നിർബന്ധമാക്കും എന്നുള്ളത് ഈ ഒരു തെളിവ് അറിയിക്കുന്നു. മറ്റൊന്ന്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ റഅയ്തൽ മദിയ ഫഗ്സിൽ ദകറക വതവദ്ദ വുദൂഅക ലിസ്സലാഹ്. അലി, നിങ്ങൾ മദിയ കണ്ടാൽ, മദി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വികാര തീവ്രനാകുമ്പോൾ സൂക്ഷ്മാവയവം സ്രവിക്കുന്ന ഒരുതരം കൊഴുത്ത ദ്രവമാണ് വികാരജലം. അതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫഗ്സിൽ ദകറക്, നിങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മാവയവം കഴുകുക. വതവദ്ദ വുദൂഅക ലിസ്സലാഹ്, നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ താങ്കൾ വുദൂ ചെയ്യുക. ഫഇദാ ഫദഖ്ത അൽമാ ഫഗ്തസിൽ. ഫഇദാ ഫദഖ്തൽ മാ, താങ്കൾ ബീജം സ്ഖലിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ബീജസ്ഖലനമുണ്ടായാൽ ഫഗ്തസിൽ, താങ്കൾ കുളിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയുണ്ടായി. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഖുറൂജുൽ മനിയ്യി ദാഫിഖി ബിശഹ്വത്തിൻ യൂജിബുൽ ഗുസ്ല മിനർ റജുലി വൽ മർഅതി ഫീ യഖ്ളത്തിൻ ഔ ഫീ നൗമിൻ. വികാരപൂർവമായി ബീജം സ്ഖലിച്ചാൽ അത് ആണിൽ നിന്നാകട്ടെ പെണ്ണിൽ നിന്നാകട്ടെ, ഉണർന്നിരിക്കുമ്പോഴാകട്ടെ ഉറക്കത്തിലാകട്ടെ കുളിയെ നിർബന്ധമാക്കും. വഹുവ ഖൗലു ആമ്മത്തിൽ ഫുഖഹാ, ഇതാണ് പൊതുവെ ഫഖീഹ്മാരുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഖാല തുർമുദി, ഇമാം തുർമുദി പറഞ്ഞു, വലാ നഅലമു ഫീഹി ഖിലാഫൻ, ഈ മസ്അലയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് നമുക്കറിയില്ല എന്ന്. വികാരമുണ്ടാകുമ്പോൾ ഇவ்விധം സ്ഖലിക്കപ്പെടുന്ന മനിയ് ബീജം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു, മാ ഉർ റജുലി ഖലീദുൻ അബിയദു വമാ ഉൽ മർഅതി റഖീഖുൻ അസ്ഫറു. സ്ത്രീയിൽ നിന്ന് സ്ഖലിക്കപ്പെടുന്ന ബീജം അത് നേർത്തതും മഞ്ഞ വർണ്ണം പൂണ്ടതുമായിരിക്കും. എന്നാൽ മാ ഉർ റജുൽ, പുരുഷനിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ബീജം അത് ഖലീദുൻ അബിയദു, വെളുത്തതും കടുത്തതുമായിരിക്കും, സാന്ദ്രത കൂടിയതായിരിക്കും. ഇവിടെ അൽ മനിയുദ്ദാഫിഖ് എന്ന് പറയുമ്പോൾ തെറിച്ചു വീഴുന്ന സ്ഖലിക്കപ്പെടുന്ന മനിയ് അത് ഉണ്ടാവുക എന്നുള്ളത് കുളിയെ നിർബന്ധമാക്കും. എന്നാൽ ചിലർക്ക് ചില അനുഭവങ്ങളുണ്ടാകും, അടയാളങ്ങൾ ദൃശ്യമാകില്ല. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം കുളി നിർബന്ധമല്ല. കാരണം ഉമ്മു സുലൈമിൻ്റെ ഹദീസിൽ നാം ഇദാ റഅത്തിൽ മാ, വെള്ളം ബീജം അത് കാണുകയായാൽ കുളിക്കണം എന്നാണ് പറഞ്ഞത്. ഇദാ ഫദഖ്തൽ മാ ഫഗ്തസിൽ, അലിയാരോട് പറഞ്ഞത് ബീജം സ്ഖലിച്ചാൽ കുളിക്കണം എന്നുള്ളതാണ്. ഫഗ്തസിൽ, നീ കുളിക്കുക എന്നാണ്. അപ്പോൾ ഈ സ്ഖലിച്ചതായി യാതൊന്നും കാണുന്നില്ല എങ്കിൽ കുളി നിർബന്ധമില്ല എന്നർത്ഥം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസിൽ അവർ പറയുകയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യജിദുൽ ബലല വലാ യദ്കുറു ഇഹ്തിലാമൻ. തിരുദൂതർ ചോദിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹം ഉറക്കമുണർന്നപ്പോൾ നനവ് കാണുന്നു, പക്ഷേ സ്ഖലനമുണ്ടായത് ഓർക്കുന്നേയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഗ്തസിൽ, അവൻ കുളിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ വിഷയത്തിൽ ഒരു വ്യക്തി അയാൾക്ക് സ്ഖലനമുണ്ടായതായി സ്വപ്നത്തിൽ ദർശിച്ചു. അന്നഹു ഖദ് ഇഹ്തലം വലാ യജിദുൽ ബലൽ, പക്ഷേ വലാ യജിദുൽ ബലൽ, നനവൊന്നും കാണുന്നില്ല. സ്ഖലനത്തിൻ്റെ അടയാളമായി ബീജത്തിന് നനവ് കാണുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി. അപ്പോൾ ലാ ഗുസ്ല അലൈഹി എന്നാണ് അതിൽ പ്രതികരണമുണ്ടായത്. അപ്പോൾ ഇവിടെ അൽ മനിയുദ്ദാഫിഖു ബിലദ്ദത്തിൻ, സുഖാസ്വാദനത്തോടൊപ്പമുള്ള ബീജസ്ഖലനം അത് വലിയ ശുദ്ധിയെ അസാധുവാക്കും. ഒരാൾ കുളിച്ച് വലിയ ശുദ്ധി വരുത്തിയതാണ്
അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായാൽ അയാളുടെ വലിയ അശുദ്ധി മുറിയുകയും വീണ്ടും വലിയ ശുദ്ധി വരുത്താൻ, കുളിച്ചു ശുദ്ധി വരുത്താൻ അയാൾ നിർബന്ധിതനാവുകയും ചെയ്യും എന്നാണ് ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. വലിയ ശുദ്ധിയെ അസാധുവാക്കുന്ന രണ്ടാമത്തെ കാര്യം ഗ്രന്ഥകാരൻ പറയുന്നത് വൽതിഖാഉൽ ഖിതാനൈൻ. ഇൽതിഖ എന്ന് പറഞ്ഞാൽ സന്ധിക്കുക എന്നുള്ളതാണ്. അൽ ഖിതാനൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം പുരുഷൻ്റെ സൂക്ഷ്മാവയവവും സ്ത്രീയുടെ സൂക്ഷ്മാവയവവുമാണ്. വൽതിഖാഉൽ ഖിതാനൈൻ, പുരുഷൻ്റെ സൂക്ഷ്മാവയവവും സ്ത്രീയുടെ സൂക്ഷ്മാവയവവും സന്ധിക്കുകയായാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ സൂക്ഷ്മാവയവം സ്ത്രീയുടെ സൂക്ഷ്മാവയവത്തെ പ്രാപിച്ചാൽ അതും വലിയ ശുദ്ധിയെ അസാധുവാക്കും. ഇവിടെ ഒരു മസ്അല, ഇൽതിഖാഉൽ ഖിതാനൈൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്ഖലനത്തിൻ്റെ വിഷയം ഇവിടെ പരാമൃഷ്ടമല്ല. കേവലം പുരുഷൻ്റെ സൂക്ഷ്മാവയവം സ്ത്രീയുടെ സൂക്ഷ്മാവയവത്തെ പ്രാപിച്ചാൽ അത് കുളിയെ നിർബന്ധമാക്കും എന്നാണ്. വമസ്സൽ ഖിതാനുൽ ഖിതാന ഫഖദ് വജബൽ ഗുസ്ലു. ഇതാണ് ആ വിഷയത്തിൽ തിരുമൊഴിയുടെ പ്രയോഗം. വമസ്സൽ ഖിതാനു, പുരുഷൻ്റെ സൂക്ഷ്മാവയവം സ്പർശിച്ചു, അൽ ഖിതാന, സ്ത്രീയുടെ സൂക്ഷ്മാവയവത്തെ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുകയായാൽ ഫഖദ് വജബൽ ഗുസ്ലു, കുളി നിർബന്ധമായി. അപ്പോൾ ഇവിടെ സ്ഖലനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഇല്ലെങ്കിൽ തന്നെ കുളി നിർബന്ധമാകും എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഈ ഒരു വിഷയം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബ സുമ്മ ജഹദഹ ഫഖദ് വജബൽ ഗുസ്ലു. അതേപോലെ ഇദൽ തഖൽ ഖിതാനാനി വതവാറത്തിൽ ഹശഫതു വജബൽ ഗുസ്ലു. അവിടെയൊക്കെ ഉദ്ദേശം ഇതാണ്. സ്ത്രീ പുരുഷന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ സംഭോഗത്തിനായി സന്ധിച്ചു, അവർ ലൈംഗിക ചേഷ്ടകൾ നടത്തി, പുരുഷൻ്റെ സൂക്ഷ്മാവയവം സ്ത്രീയുടെ സൂക്ഷ്മാവയവത്തെ പ്രാപിച്ചു, സ്ഖലനം ഉണ്ടായിട്ടില്ല എങ്കിലും അത് കുളിയെ നിർബന്ധമാക്കും എന്നുള്ളതാണ്. ഇമാം അശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ വായിക്കാം. ഇന്ന കലാമൽ അറബി യഖ്തദി അന്നൽ ജനാബത തുത്ലഖു ബിൽ ഹഖീഖത്തി അലൽ ജിമാ വഇൻ ലം യകുൻ ഫീഹി ഇൻസാൽ. അറബികളുടെ ഭാഷ അത് തേടുന്നത് ജനാബത്ത് എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധി, അത് തുത്ലഖു ബിൽ ഹഖീഖത്തി അലൽ ജിമാ, യഥാർത്ഥത്തിൽ ജിമാഇനെ കുറിച്ച് പറയും. വഇൻ ലം യകുൻ ഫീഹി ഇൻസാൽ, ബീജസ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ. അപ്പോൾ ബീജസ്ഖലനം സംഭവിച്ചില്ല, പക്ഷേ ലൈംഗികമായി പ്രാപിക്കലുണ്ടായാൽ അതിന് ജനാബത്ത് എന്ന് പറയും എന്നാണ് ഇമാം അശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഫഇന്ന കുല്ല മൻ ഖൂതിബ ബിഅന്ന ഫുലാനൻ അജ്നബ അൻ ഫുലാന അഖല അന്നഹു അസാബഹ വഇൻ ലം യുൻസിൽ. അദ്ദേഹം തുടർന്ന് പറഞ്ഞത്, ഇന്നയാൾ ഇന്നവളുമായി ജനാബത്തുകാരനായി എന്ന് പറഞ്ഞാൽ ആ സംസാരം കൊണ്ട് അഭിസംബോധന ചെയ്യപ്പെടുന്നവരെല്ലാം അഖൽ, അവർക്ക് ബോധ്യപ്പെടും, മനസ്സിലാകും, അന്നഹു അസാബഹ, ആ വ്യക്തി അവളെ ലൈംഗികമായി പ്രാപിച്ചു, വഇൻ ലം യുൻസിൽ, ബീജസ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും. വലം യുഖ്തലഫ് അന്ന സിന അല്ലദി യജിബു ബിഹിൽ ജൽദു ഹുവൽ ജിമാ വലൗ ലം യകും മിൻഹു ഇൻസാൽ. വ്യഭിചരിച്ചാൽ ഇസ്ലാമിക ശിക്ഷ നിർബന്ധമാകുന്നത് സംയോഗം നടന്നാലാണ്. വലൗ ലം യകും മിൻഹു ഇൻസാൽ, ബീജസ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി. ഇതൊക്കെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫതആദൽ കിതാബു വസ്സുന്നതു അലാ ഈജാബിൽ ഗുസ്ലി മിനൽ ഈലാജ്. സൂക്ഷ്മാവയവങ്ങൾ പരസ്പരം പ്രാപിക്കുക എന്നുള്ളതുണ്ടായാൽ തന്നെ കുളി നിർബന്ധമാണ് എന്നത് കിതാബിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും തെളിവുകൾ അന്യോന്യം ബലപ്പെടുത്തുന്ന വിഷയമാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു മസ്അല, ചില സഹാബികൾ, നമ്മൾ ചില ഹദീസുകൾ വരെ കാണും, കുളി നിർബന്ധമാകുന്നത് ബീജസ്ഖലനം ഉണ്ടായാൽ മാത്രമാണ്. കേവല ലൈംഗിക വീഴ്ചയിൽ ഒരിക്കലും കുളി നിർബന്ധമാകുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ അത് ദുർബലപ്പെടുത്തപ്പെട്ട ഒരു വിധിയാണ്. ഈ വിഷയത്തിൽ നമുക്കൊരു സംഭവം പറയാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു തിങ്കളാഴ്ച ഖുബയിലേക്ക് പുറപ്പെട്ടു. മസ്ജിദ് നബവിയുടെ ഭാഗത്ത് നിന്ന് ഖുബയുടെ ഭാഗത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ഹത്ത ഇദാ കുന്ന ഫി ബനി സാലിം, ഞങ്ങൾ ബനു സാലിമിലെത്തിയപ്പോൾ, ബനു സാലിം എന്ന് പറയുന്ന ഗോത്രക്കാർ പാർക്കുന്ന ഭാഗം,
ഇന്ന് മസ്ജിദുൽ ജുമുഅ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഖുബ പള്ളിയുടെ അടുത്തുള്ള മദീനയിലെ സ്ഥലം. ആ ബനു സാലിമിൽ ഞങ്ങൾ എത്തിയപ്പോൾ വഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബാബി ഉത്ബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടുവാതിൽക്കൽ നിന്നു. ഫസറഖ ബിഹി, റസൂലുള്ളാഹി അദ്ദേഹത്തെ ഉച്ചത്തിൽ വിളിച്ചു, ഉത്ബാൻ എന്ന് വിളിച്ചു. ഫഖറജ യജുറു ഇസാറഹു, അപ്പോൾ ഉത്ബാൻ തൻ്റെ ഉടുമുണ്ട് വലിച്ചുകൊണ്ട് വന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഉടുത്ത തുണി വലിച്ചുകൊണ്ടാണ് വരുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഉത്ബാൻ ആ വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽനർ റജുൽ. അജൽനർ റജുൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഉത്ബാൻ റളിയല്ലാഹു തആല യഥാർത്ഥത്തിൽ തൻ്റെ ഭാര്യയോടൊപ്പമായിരുന്നു. അപ്പോൾ ആ ഭാര്യയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ നമ്മൾ വേഗത്തിൽ വിളിച്ചിറക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജൽനർ റജുൽ എന്നുള്ള ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഖാല ഇത്ബാൻ, അപ്പോൾ ഇത്ബാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അറഅയ്ത റജുല യുഅജലു അൻ ഇംറഅതിഹി വലം യുംനി മാദാ അലൈഹി. അതായത് ഒരാൾ തൻ്റെ ഭാര്യയുടെ സമക്ഷത്തിലാണ്, പക്ഷേ ആ സമക്ഷത്തിൽ നിന്ന് അയാളെ വേഗത്തിൽ വിളിച്ചിറക്കുകയാണ്. അയാൾക്കാകട്ടെ ബീജസ്ഖലനം സംഭവിച്ചിട്ടുമില്ല. അപ്പം മാദാ അലൈഹി, അയാൾക്ക് കുളിക്കണോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഭാര്യയോടൊത്ത് ഉണ്ടായിരിക്കെ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്, സ്ഖലനം സംഭവിച്ചിട്ടില്ല, എന്താണ് അയാളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്, കുളിക്കണോ എന്ന് ഉത്ബാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. വളരെയധികം സംഭവങ്ങൾ ഉള്ള ഒരു മഹാനാണ് ഉത്ബാൻ റളിയല്ലാഹു തആല അൻഹു. ഏതായാലും ഈ ചോദ്യം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നമൽ മാഉ മിനൽ മാ, ബീജസ്ഖലനം നടന്നാലാണ് കുളിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് പ്രകാരം പല സഹാബികളും കേവല വീഴ്ചയുടെ പേരിൽ കുളി നിർബന്ധമില്ല, സ്ഖലനമുണ്ടായാൽ മാത്രമേ കുളിയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ ഫുതിയല്ലതി കാനു യുഫ്തൂൻ, സഹാബികൾ നൽകിയിരുന്നതായ ഫത്വ. എന്താണ് ഫത്വ? അന്നൽ മാ മിനൽ മാ, ബീജസ്ഖലനം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കുളി നിർബന്ധമാകുക എന്നുള്ള ഫത്വ. കാനത്ത് റുഖ്സതൻ റഖസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച ഒരു ഇളവ് മാത്രമായിരുന്നു. ഫി ബദ്ഇൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തുടക്ക നാളുകളിൽ. സുമ്മ അമറ ബിൽ ഇഗ്തിസാൽ ബഅദു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായി എന്നാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ പറയുകയുണ്ടായത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞത്, ഇഅലം അന്നൽ ഉമ്മത മുജ്തമിഅത്തുൻ അൽആൻ അലാ വുജൂബിൽ ഗുസ്ലി ബിൽ ജിമാ, ഉമ്മത്ത് എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട് ഇന്ന് ജിമാ അഥവാ ലൈംഗിക വീഴ്ച, സംഭോഗം നടന്നാൽ കുളി നിർബന്ധമാണെന്ന കാര്യത്തിൽ. അത് താങ്കൾ മനസ്സിലാക്കുക. വഇല്ലം യകുൻ മഅഹു ഇൻസാലുൻ, ബീജസ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി. വഅല വുജൂബിഹി ബിൽ ഇൻസാൽ, ഇനി ബീജസ്ഖലനം ഉണ്ടായാലും കുളി നിർബന്ധമാണ് എന്നതിലും ഉമ്മത്ത് ഏകോപിച്ചിട്ടുണ്ട്. വകാന ജമാഅത്തും മിനസ് സഹാബത്തി, സഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ ആയിരുന്നു, അല അന്നഹു ലാ യജിബു ഇല്ലാ ബിൽ ഇൻസാൽ, ബീജസ്ഖലനം ഉണ്ടായാലല്ലാതെ കുളി നിർബന്ധമില്ല എന്ന നിലപാടിൽ. സുമ്മ റജഅ ബഅദുഹും, പിന്നീട് ആ അഭിപ്രായമുള്ള ചിലർ മടങ്ങുകയുണ്ടായി, കുളി നിർബന്ധമാണെന്ന അഭിപ്രായത്തിലേക്ക് മടങ്ങുകയുണ്ടായി. വൻഅഖദൽ ഇജ്മാഉ ബഅദു ബി ആഖരീൻ, മറ്റുള്ളവരെ കൊണ്ട് അതിൽ പിന്നെ ഇജ്മാ, അതായത് ലൈംഗികമായി പ്രാപിച്ചു, സ്ഖലനം ഉണ്ടായിട്ടില്ല എങ്കിലും കുളി നിർബന്ധമാണെന്നതിൽ സഹാബത്തിൻ്റെ ഇജ്മാ അത് ഉണ്ടാവുകയുണ്ടായി എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്. ഞാൻ ഈ ഒരു ഭാഗം ഒന്നുകൂടി വിശദീകരിച്ച് പറയാൻ കാരണം, ബീജസ്ഖലനം നടന്നാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. അതല്ല, ബീജസ്ഖലനം നടന്നിട്ടില്ലെങ്കിൽ കുളി നിർബന്ധം ഇല്ല എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. വൈരുദ്ധ്യമായിട്ട് തോന്നും. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഈ രണ്ട് ഹദീസുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ, അതായത് കുളി നിർബന്ധമില്ല എന്നുള്ള വിധിയെ ദുർബലപ്പെടുത്തി കുളി നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ഹദീസുകൾ വന്നത്, പിൽക്കാലത്ത് വന്ന ഹദീസുകൾ വന്നത്, ഈ ഒരു നസ്ഖിൻ്റെ മസ്അല, വിധി ദുർബലപ്പെടുത്തപ്പെട്ട മസ്അല
അറിയാത്തതിനാൽ പലരും ഇത് സഹീഹുൽ ബുഖാരിയെ പോലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലും നിരൂപിക്കുവാനും വൈരുദ്ധ്യങ്ങളുടെ ശേഖരമാണ് സഹീഹുൽ ബുഖാരി എന്ന് വിധിക്കുവാനും തങ്ങളുടെ അജ്ഞത നിമിത്തം ചില കക്ഷികൾ മുതിരാറുണ്ട്. അപ്പോൾ എന്താണ് അതിൽ വസ്തുത എന്നറിയാൻ കൂടിയാണ് ഞാൻ ഈ ഒരു ചരിത്രം ഉൽത്തുബാൻ്റേത് ഉൾപ്പെടെയുള്ളത് ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത്. നമുക്ക് ഇനി ഇമാം അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്ൻ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ അശുദ്ധിയെ അസാധുവാക്കുന്ന മൂന്നാമത്തെ വിഷയം, ഒന്നാമത്തേത് അൽ മനിയുദ്ദാഫിഖു ബിലദ്ദത്തിൻ, രണ്ടാമത്തേത് വൽതിഖാഉൽ ഖിതാനൈൻ, ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആ വരി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം അത് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. വ ഇസ്ലാമുൽ കാഫിർ, കാഫിർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അതും അദ്ദേഹത്തിന് കുളിയെ അനിവാര്യമാക്കും, വലിയ ശുദ്ധീകരണത്തെ അനിവാര്യമാക്കും. അപ്പോൾ ആ വിഷയത്തിൽ തെളിവുകൾ, ഒന്ന് ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖൈസ് ഇബ്നു ആസിം ഇബ്നു സിനാൻ അത്തമീമി, അദ്ദേഹം ഹിജറാബ്ദം 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ബനു തമീം ഗോത്രം നിവേദക സംഘമായി വന്നപ്പോൾ അദ്ദേഹം വരികയുണ്ടായി. അദ്ദേഹം അങ്ങനെ ഹിജറാബ്ദം 9 ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വക്കാന ആഖിലൻ ഹലീമൻ കരീമൻ ജവാദൻ ഷരീഫൻ എന്നാണ്. ബുദ്ധിമാനായിരുന്നു, വിവേകിയായിരുന്നു, അത്യുദാരനായിരുന്നു, ഏറെ മാന്യനായിരുന്നു, അതേപോലെ ഉത്കൃഷ്ടനായിരുന്നു. ഹാദ സയ്യിദു അഹ്ലിൽ വബർ, അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്ലുൽ വബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലികൾ ഉള്ള ആളുകൾ, ആടുമാടൊട്ടകങ്ങളൊക്കെ മേക്കപ്പെടുന്ന കാലികളുള്ള കുടുംബങ്ങൾക്കാണ് അഹ്ലുൽ വബർ. അവരുടെ സയ്യിദാണ് ഇദ്ദേഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി. അറബികളിൽ ഏറ്റവും അവധാനതയുള്ള വിവേകമുള്ള ഒരു കഥാപാത്രമാണ് അൽ അഹ്നഫ് ഇബ്നു ഖൈസ്. അൽ അഹ്നഫ് ഇബ്നു ഖൈസ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മിമ്മൻ തഅല്ലംതൽ ഹിൽം, താങ്കൾ ആരിൽ നിന്നാണ് ഈ അവധാനതയും വിവേകവും പഠിച്ചത്? അപ്പം മിൻ ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഖൈസ് ഇബ്നു ആസിം അദ്ദേഹം തിരുസവിധത്തിലേക്ക് ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഗ്തസില ബിമാഇൻ വസിദ്ർ, വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കുകയുണ്ടായി എന്നാണ്. അതേപോലെ ഈ വിഷയത്തിൽ മറ്റൊരു തെളിവായിട്ട് ഇസ്ലാം ആശ്ലേഷിച്ചാൽ കുളി നിർബന്ധമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ്, ഈ സുമാമ ഇബ്നു ഉസാൽ അൽ ഹനഫി എന്ന വ്യക്തി ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിക്കുകയുണ്ടായതാണ്. സുമാമ ഇബ്നു ഉസാൽ ബനു ഹനീഫ ഗോത്രക്കാരനാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് ബന്ധനത്തിൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദിൽ തടവിലിടുകയാണ് ചെയ്തത് 3 ദിവസം. ആ സംഭവം ഏറെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് ആര്? സുമാമ ഇബ്നു ഉസാൽ അൽ ഹനഫി. അദ്ദേഹം അഹ്ലുൽ യമാമക്കാരുടെ സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം കൊണ്ടുവരപ്പെട്ട് ബന്ദിയാക്കി 3 ദിവസം മസ്ജിദുൻ നബവിയിൽ പാർപ്പിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ഇൻദക യാ സുമാമ നിങ്ങളുടെ അടുക്കൽ എന്താണ് വിവരമുള്ളത്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചതും ഇൻ തഖ്തുൽ ദാ ദമിൻ വ ഇൻ തംനുൻ അലാ ഷാകിരിൻ വ ഇൻ തുരിദ് അൽമാല തുഅത മാ ശിഅത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ പ്രതികരിച്ച് ഉള്ള വിഷയം. ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശമായിരുന്ന അദ്ദേഹത്തിന് വെറുത്ത ആദർശം എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ടല്ലോ. ഏതായാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹു അൻ യഗ്തസിൽ, കുളിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ ഈ ഹദീസുകൾ വെച്ചാണ് ഒരു ആൾ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അയാൾക്ക് കുളി നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതും ഒരു വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസലയാണ്. ഇസ്ലാം ആശ്ലേഷിച്ചാൽ കുളി നിർബന്ധമാണോ എന്നുള്ള വിഷയം. അത് നിർബന്ധമല്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും
കർമ്മശാസ്ത്ര പ്രമുഖരും ഉണ്ട് എന്നുള്ളതാണ്. കുളി നിർബന്ധമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഉപോത്ബലകമായി ചില തെളിവുകൾ ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വ്യക്തികളുടെ വിഷയത്തിൽ മാത്രമാണ് അവരോട് കുളിക്കാൻ കൽപ്പിച്ചത്. ഇപ്പോൾ സുമാമയുടെ വിഷയം, ഖൈസ് ഇബ്നു ആസിമിൻ്റെ വിഷയത്തിൽ പോലെ. എന്നാൽ ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് തിരുസവിധത്തിൽ വെച്ച്. അവരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ കൽപ്പിച്ചത് നമ്മൾ വായിക്കുന്നില്ല. മക്കം ഫതഹിൽ ധാരാളം ആളുകൾ ഒന്നിച്ചാണ് ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായത്. അവിടെയൊക്കെ എല്ലാവരോടും പോയി കുളിക്കാൻ കൽപ്പിച്ചത് നമ്മൾ വായിക്കുന്നില്ല ചരിത്രത്തിൽ. അതേപോലെ തിരുസവിധത്തിൽ വന്ന ധാരാളം ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചത് നമ്മൾ വായിക്കുന്നു, അവരോടൊക്കെ കുളിക്കാൻ കൽപ്പിച്ചത് നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ, ഷെയ്ഖ് അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഗുസ്ലു ലിൽ ഇസ്ലാമി സുന്നത്തുൻ വലൈസ ബിവാജിബിൻ. ഇസ്ലാം ആശ്ലേഷിച്ചാൽ കുളിക്കുക എന്നുള്ളത് സുന്നത്ത് ആണ്, അത് നിർബന്ധം അല്ല എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു മസ്അല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. ഈ ഇസ്ലാം ആശ്ലേഷിച്ചാൽ കുളിക്കുക എന്നുള്ളത് അത് പ്രതിഫലാർഹമായ സുന്നത്തായൊരു കാര്യമാണ് എന്നതിനാണ് തെളിവിൻ്റെ ഒരു ബലമുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു തആല ആലം. നമ്മുടെ ഗ്രന്ഥകാരൻ ഫുറൂഉൽ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥകാരൻ നാലാമത്തെ കാര്യം വലിയ ശുദ്ധിയെ അസാധുവാക്കുന്ന, കുളിയെ അനിവാര്യമാക്കുന്ന കാര്യം ഉണർത്തുന്നത് നാലാമത്തേത് വൽ ഹൈദു, ഹൈദാകുന്നു. ഹൈദ് എന്ന് പറഞ്ഞാൽ ഋതുരക്തം. ഋതുരക്തം നിലച്ചാൽ കുളി നിർബന്ധമാകും. ഋതുരക്തം ഉണ്ടായാൽ അത് വലിയ ശുദ്ധിയെ അത്വഹാർ അൽ കുബ്രയെ അസാധുവാക്കും. ആ വിഷയത്തിൽ തെളിവ് വിശുദ്ധ വചനമാണ്. വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദം ഫഅ്തസിലു النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. മഹീദിനെ കുറിച്ച്, ഋതുരക്തത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. താങ്കളോട് പറയുക, ഋതുരക്തം അത് അതയാകുന്നു, അതായെന്ന് പറഞ്ഞാൽ മാലിന്യം. അതിനാൽ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, ഋതുരക്തമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ സ്ത്രീകളെ വിട്ടുകഴിയുക, അകന്നു കഴിയുക. വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ നിങ്ങൾ അവരെ സമീപിക്കുവാൻ പാടുള്ളതല്ല. ഫൈദാ തതഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്, എന്നാൽ അവർ ഋതുരക്തം നിലച്ച് ശുചീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ അവരെ സമീപിക്കുക, അവരുടെ അടുക്കൽ ചെല്ലുക. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുചിത്വം പാലിച്ച് ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധി വരുത്തുന്നത് വരെ, ശുചീകരിക്കുന്നത് വരെ നിങ്ങൾ അവരെ സമീപിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ അവിടെ ശുദ്ധി വരുത്തൽ നമ്മൾ ഇതിനു മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. കുളിച്ച് ശുദ്ധി വരുത്തലാണ് അവിടെ ഉദ്ദേശം എന്നുള്ള റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിൽ വന്ന് ചോദിച്ചപ്പോൾ, അവരുടെ ഈ രക്തസ്രാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, കാനത്തുസ്തഹാദു എന്നാണ്, അവർക്ക് രക്തസ്രാവമുള്ളൊരു മഹദിയായിരുന്നു ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്. ഫസഅലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ തിരുദൂതരുടെ ആ വിഷയത്തിൽ ചോദിച്ചു. ഫഖാൽ, അപ്പോൾ തിരുദൂതർ പ്രതികരിച്ചത്, ദാലിക ഇർഖുൻ വലൈസത് ബിൽ ഹൈദ, നിങ്ങൾക്ക് ഉള്ള ഈ ഒരു പ്രശ്നം അത് രോഗമാണ്, അത് ഋതുരക്തമല്ല. ഫൈദ അഖ്ബലത്തിൽ ഹൈദതു ഫദഇ അസ്സലാ, നിങ്ങൾക്ക് ഹൈദ് ആയാൽ, ഋതുരക്തം ആയാൽ നിങ്ങൾ നമസ്കാരം ഒഴിവാക്കുക. വൈദ അദ്ബറത്ത്, ഋതുരക്തത്തിൻ്റെ ആ കാലം അത് പിന്നിട്ടാൽ, ഫഗ്തസിലി, നിങ്ങൾ കുളിക്കുക. വസല്ലി, നിങ്ങൾ നമസ്കരിക്കുക. ഇതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്. അപ്പോൾ ഋതുരക്തം നിലച്ചാൽ ഫഗ്തസിലി, നിങ്ങൾ കുളിക്കണം. വസല്ലി, നമസ്കരിക്കുകയും വേണം എന്ന് പറഞ്ഞപ്പോൾ ഋതുരക്തം അത് കുളിയെ നിർബന്ധമാക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞ ഈ ഒരു പ്രയോഗത്തിലൂടെ. ഏതായാലും
നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ വിഷയം വലിയ അശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങളും കുളിയെ അനിവാര്യമാക്കുന്ന കാര്യങ്ങളും. അതിൽ നാലാമത്തേതാണ് നമ്മളിവിടെ ഉണർത്തുകയുണ്ടായത്. അഞ്ചാമത്തേത് ഗ്രന്ഥകാരൻ പറയുന്നത് വൻ നുഫാസ് അല്ലെങ്കിൽ വൻ നിഫാസ്. നിഫാസ് അത് പ്രസവരക്തമാണ്. പ്രസവരക്തം അത് നൊമ്പരത്തോടുകൂടി ഗർഭസ്ഥ ശിശു പുറത്തു വരുന്നതോടുകൂടി സ്രവിക്കപ്പെടുന്ന രക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഋതുരക്തത്തെയും നിഫാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചില്ലേ, ലഅല്ലക്കി നഫിസ്തി, നുഫിസ്തി എന്നും ഖിറാഅത്തുണ്ട്, നഫിസ്തി എന്നും നുഫിസ്തി എന്നും ഖിറാഅത്തുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഹജ്ജിന് പുറപ്പെട്ട ആ സന്ദർഭത്തിൽ അവർ സെരിഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മക്കയുടെയും മദീനയുടെയും ഇടയിൽ, മക്കയോടടുത്ത്, മക്കയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സെരിഫ് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലം. അവിടെ എത്തിയപ്പോൾ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, ഫതമിസ്തു, എനിക്ക് ഋതുരക്തമുണ്ടായി. ഫദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ പ്രവേശിച്ചു. അന അബ്കി, അപ്പോൾ ഞാൻ കരയുകയായിരുന്നു. ഫഖാല മാ യുബ്കീക്, നിങ്ങളെ എന്താണ് കരയിപ്പിക്കുന്നത് എന്ന് തിരുദൂതർ ചോദിച്ചപ്പോൾ ഫഖുൽതു വല്ലാഹ് ലവദിത്തു ലം അകുൻ ഖറജ്തുൽ ആം, ഈ വർഷം ഞാൻ ഹജ്ജിന് പുറപ്പെട്ടിട്ടില്ല ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാഹു ആണേ സത്യം എന്നവർ പറഞ്ഞു എന്നാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാലക്കി, ആയിഷ നിങ്ങൾക്ക് എന്തു പറ്റി? ലഅല്ലക്കി നഫിസ്തി അല്ലെങ്കിൽ ലഅല്ലക്കി നുഫിസ്തി? ഖുൽതു നഅം. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിഫാസ് ഉണ്ടായോ? നിഫാസ് എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഹൈദാണ്. ഖുൽതു നഅം. അപ്പോൾ അവർ പറഞ്ഞു അതെ. അപ്പോൾ ഈ നിഫാസ് അതേപോലെ ഹൈദ് രണ്ടും ഹൈദിന് പ്രയോഗിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വന്നുഫസാഉ വൽ ഹൈദു ഷൈഉൻ വാഹിദ്. നുഫസാവും ഹൈദും, ഋതുമതിയായ സ്ത്രീയും അതേപോലെ പ്രസവരക്തമുള്ള സ്ത്രീയും ഷൈഉൻ വാഹിദുൻ, രണ്ടാളും ഒരുപോലെയാണ്. ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് നിഫാസ് ഹൈദിനെ പോലെയാണ് വിധികളിലെല്ലാം എന്ന വിഷയത്തിൽ. ഏതായാലും നമ്മൾ ഇവിടെ ഗ്രന്ഥകാരൻ വലിയ ശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങൾ എണ്ണിയപ്പോൾ അതിൽ വൻ നുഫാസു എന്ന നിഫാസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആറാമത്തെ കാര്യം വൽ മൗത്ത് അഥവാ മരണവും കുളിയെ നിർബന്ധമാക്കും, വലിയ ശുദ്ധിയെ അസാധുവാക്കും എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ പറയുകയാണ്. ആ ഒരു വിഷയത്തിൽ തെളിവ് മരിച്ചവരുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ കൽപ്പനയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, ബൈനമാ റജുലുൻ വാഖിഫുൻ ബിഅറഫത ഇദ് വഖഅ അൻ റാഹിലതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജിന് വന്ന ഒരു വ്യക്തി അറഫയിൽ നിൽക്കവേ തൻ്റെ വാഹനത്തിൽ നിന്ന് മറിഞ്ഞു വീണു. ഫവഖസത്ഹു എന്നാണ്. ആ വീഴ്ച അദ്ദേഹത്തിൻ്റെ പെരടിയെ ഒടിച്ചു കളഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ ഫഅഖഅസത്ഹു എന്നാണ്. പെട്ടെന്ന് മരണം സംഭവിക്കുമാറുള്ള വീഴ്ചയാണ് അതുകൊണ്ട് ഉദ്ദേശം. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, ഇഗ്സിലൂഹു ബിമാഇൻ വസിദർ, അദ്ദേഹത്തിന് നിങ്ങൾ വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കൽപ്പന അത് നിർബന്ധത്തിനുള്ള കൽപ്പന എന്ന അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ വായിച്ചത്. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ അവർ പറയുകയാണ്, ദഖല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തൂഫിയത് ഇബ്നതു, തിരുദൂതരുടെ അരുമപുത്രി മരണം വരിച്ച സന്ദർഭത്തിൽ ഞങ്ങളുടെ അടുക്കലേക്ക് തിരുദൂതർ കടന്നു വന്നു. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ തിരുദൂതർ പറഞ്ഞു, ഇഗ്സിൽനഹാ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക്, നിങ്ങൾ അവരെ, തിരുദൂതരുടെ പുത്രിയെ 3 തവണയായി അല്ലെങ്കിൽ 5 തവണയായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കുളിപ്പിക്കുക. ഇൻ റഅയ്തുന്ന, അങ്ങനെ കൂടുതലാക്കി കുളിപ്പിക്കണമെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുവെങ്കിൽ, കാണുന്നുവെങ്കിൽ, ബിമാ ഇൻ വസിദിരിൻ, വെള്ളവും സിദറും താളിയും ഉപയോഗിച്ചു. ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഇജ്മാഇൽ പറഞ്ഞു, വഅജ്മഉ അന്നൽ മയ്യിത യുഗസ്സലു ഗുസ്ലൽ ജനാബ, മയ്യത്ത് ജനാബത്ത് കുളിപ്പിക്കപ്പെടുന്നത് പോലെ കുളിപ്പിക്കപ്പെടണം എന്നതിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു എന്ന്. ഏതായാലും ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ വലിയ ശുദ്ധിയെ അഹനിക്കുന്ന 6 കാര്യങ്ങൾ എണ്ണി അതറിയിക്കുന്നത് കുളി നിർബന്ധമാക്കുന്ന
6 കാര്യങ്ങളാണ്. അതാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്, പഠിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ വരികൾ നമുക്കൊന്നുകൂടി വായിക്കാം. വഫി തഹാറത്തിൽ കുബ്രാ സിത്തത്തുൻ അൽ മനിയുദ്ദാഫിഖു ബിലദ്ദത്തിൻ വൽതിഖാഉൽ ഖിതാനൈനി വ ഇസ്ലാമുൽ കാഫിരി വൽ ഹൈദു വന്നുഫാസു വൽ മൗതു. ഇതുവരെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്ക് തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ അത്തഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്ന് ശുദ്ധി വരുത്തുന്ന വിഷയമാണ്. നമുക്ക് തുടർന്ന് ഇൻഷാ അല്ലാഹ് അത് വായിക്കാം. ഇവിടെ ഈ കുളി നിർബന്ധമാകുന്ന വിഷയത്തിൽ ചിലർ വെള്ളിയാഴ്ചയിലെ കുളിയും അതേപോലെ മറ്റു ചില മസ്അലകൾ, അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകൾ ഉണർത്തിയതൊക്കെ നമ്മൾക്ക് ഫിഖ് ഗ്രന്ഥങ്ങളിൽ അതേപോലെ ഹദീസിൻ്റെ ഷറഹ് ഉള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങൾ അതിൽ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. നമ്മൾ ഉദുവിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ, ഉദുവിനെ അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചില ഉദുവിനെ തേടിയ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കുളിയെ തേടുന്ന ചില വിഷയങ്ങൾ, അതിൻ്റെ ഹുക്മിനി വാജിബാണോ അല്ലേ എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ടെങ്കിലും ശരി, ജുമായുടെ കുളിയുടെ വിഷയത്തിൽ നമ്മളിതിനു മുമ്പ് ഉണർത്തിയതുപോലെ ഒരു ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കിയതിന് ശേഷം, ഒന്ന് പറഞ്ഞു പോയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നജസിൽ നിന്നുള്ള ശുദ്ധി വരുത്തൽ എന്ന ഗ്രന്ഥകാരൻ്റെ ആ ഒരു വരികളെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പഠിച്ചതിൽ മനസ്സിലാക്കിയതിൽ നമുക്കൊക്കെ അനുഗ്രഹം അരുളുമാറാവട്ടെ. അവൻ്റെ കിതാബിൽ, അവൻ്റെ വഹയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളിൽ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം ജ്ഞാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.